എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ആണ്, ഫെസ്റ്റീവ് മൂഡാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു മാസം കൂടിയാണ് ഡിസംബർ. ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ, ഒരുപാട് ഗിഫ്റ്റുകൾ, എവിടെ നോക്കിയാലും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നമ്മൾ പഠിക്കുന്ന കുട്ടികൾ, അതായത് നമ്മളിപ്പോൾ കോളേജും അതുപോലെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്ന ഒരു സംഭവം. നമ്മുടെ എല്ലാം സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കൂടെയുള്ള എല്ലാ ഫ്രണ്ട്സിൻ്റെ പേര് നമ്മൾ എഴുതി ഇങ്ങനെ ഒരു പേപ്പറിലോട്ട് അത് ലോട്ട് എടുക്കുക. ഈ ലോട്ട് എടുക്കുന്നത് എപ്പോഴും നമ്മുടെ ക്രിസ്മസ് ആ ഒരു സെലിബ്രേഷൻ്റെ അന്നായിരിക്കും. ആ ടൈമിലായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ഫ്രണ്ട് ഇതിൽ ആരാണെന്നുള്ളത്. അതുവരെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഇതിൽ ആരാണാവോ എൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് എന്നുള്ളത്. നമ്മൾ ആ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുന്നു, ആ ഫ്രണ്ടിൻ്റെ പേര് പറയുന്നു, നമ്മൾ ഭയങ്കര ത്രില്ലടിച്ച് പോകുന്നു. ഇതിൽ കുറേ ആൾക്കാർ ചിലപ്പോൾ ഫ്രണ്ട് ആവണമെന്ന് ആഗ്രഹിച്ച ആളെ ആയിരിക്കില്ല ഫ്രണ്ടായി കിട്ടുന്നത്. ചിലപ്പോൾ അടി കൂടി ഒട്ടും ഇഷ്ടമില്ലാതിരിക്കുന്ന ആ ഒരു രീതിയിലിരിക്കുന്ന ആളായിരിക്കും നമ്മുടെ ഫ്രണ്ടായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ആളായിരിക്കും നമ്മുടെ ഫ്രണ്ടായിട്ട് വരുന്നത്. എന്തായാലും ഒരു സൗഹൃദവും ഒരു ഒത്തുചേരലും എല്ലാ കാര്യങ്ങളും ഒന്നും മറന്ന് ഒരു പുതിയൊരു തുടക്കത്തിനും ഒക്കെ സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. വളരെ ദൈവികമായിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ഇന്ന് ഞാൻ ഈ ഒരു നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് നനച്ചിരിക്കാതെ എനിക്ക് കുറേയധികം ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റുകൾ ഒന്ന് കാണിക്കാനും ഒപ്പം തന്നെ ആ ഒരു വിശേഷം നിങ്ങളൊപ്പം പങ്കുവെക്കാനും ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വ്ലോഗിലൂടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഗിഫ്റ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒന്നൊന്നര ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ആ ഗിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല. ഇത്രയും അധികം ഗിഫ്റ്റ് ഒന്നിച്ച് എനിക്ക് കിട്ടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടാം. ഇതൊരു ഭയങ്കര രസമുള്ള ഒരു ബാഗാണ്. ഇങ്ങനെ നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള കൊച്ചു പാവക്കുട്ടികളോടൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പം ഈ ആശാനെ പോലൊരു ആശാൻ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ എനിക്ക് 7 വർഷം ആവാൻ പോകുന്നു. ആളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് എൻ്റെ ലൂട്ടയാണ്. അപ്പോൾ ലൂട്ട എന്നോട് കൂടിയിട്ട് ഇപ്പോൾ 7 വർഷം ആവുകയാണ്. അപ്പം ലൂട്ടയുടെ അതേ കളർ ഷെയ്ഡ് അല്ലെങ്കിലും അടുത്തൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു കളർ തന്നെയാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ്. ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. കണ്ടോ, ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഒരു നെക്ലേസ് പീസാണ്. ഇത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇതാണ് ഭയങ്കര രസമുള്ളൊരു നെക്ലേസ് പീസാണ്. ഒരു ഫ്ലോറൽ ഡിസൈനാണ്. കണ്ടോ. ഇതാണ് അടുത്ത ഗിഫ്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു ഗിഫ്റ്റ് നോക്കാം. അടുത്തൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡാണ്. ഭയങ്കര രസമുള്ള സ്റ്റഡാണ്. ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനെ കമ്മലും മാലയൊന്നും. ഇതാണ് ആ സ്റ്റഡ് എന്ന് പറയുന്നത്. എത്ര റീലിലൊരു കൊച്ചു കാണുമല്ലോ ഇങ്ങനെ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് അടുത്തൊരു സ്റ്റഡ്. കൊള്ളാം. നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം. അടുത്തതൊരു ടെമ്പിൾ ഒരു ജിമിക്കയാണ്. ഇപ്പം ഞാനിങ്ങനെ ബോയ്ക്കെട്ടൊക്കെ അടിച്ചേക്കുന്നതുകൊണ്ട് ഈ ഒരു കമ്മൽ ചേരണമെന്നില്ല, എന്നാലും ചിലപ്പോൾ ചേരുമായിരിക്കും. ഇതുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പീസാണിത്. ഈ ഒരു മാല. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. അയ്യോ, അത് ഇത്രയും ഇറക്കമുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമുക്ക് കുറച്ച് സൈസ് കുറച്ച് ലൂട്ടയൊക്കെ ഒന്ന് പോവേണ്ട എന്നും പറഞ്ഞ് പോവുക. ഇങ്ങനെ നമുക്ക് സൈസ് ഇങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഇങ്ങനെ നീട്ടത്തിൽ ഇടാൻ പറ്റും. അങ്ങനെ ഇടാം. കൊള്ളാം. രണ്ടായാലും നല്ല രസമുണ്ട്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നല്ല രസമുള്ളൊരു നെക്ക് പീസാണ്. കൊള്ളാം. ഇനി അടുത്തത് ഇങ്ങനെയുള്ളൊരു ലോങ് കമ്മലാണ്.
ഇതാണ് അടുത്തൊരു ഗിഫ്റ്റ്. ഈ കമ്മലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കൃഷ്ണനും രാധയും ഇതിനകത്തുണ്ട്, ഈ ഒരു കമ്മലിൻ്റെ പീസിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മയിൽപ്പീലിയുണ്ട്. കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ വായിക്കുന്ന ഒരു രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ എന്തോ ഒരു പ്രത്യേകത. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ കൃഷ്ണൻ്റെ ഭയങ്കര ഒരു ആരാധികയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്തതും ഒരു നെക്ലേസ് സെറ്റാണ്. കമ്മലുണ്ട് കേട്ടോ. ഇതൊരു ലവ് ആണ്. ലവിൻ്റെ ഷേപ്പ്, ഒരു ഹാർട്ട് ഷേപ്പുള്ള നല്ല രസമായിട്ടുള്ള ഒരു നെക്ക് പീസാണ്. ഒരു പിങ്കും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സഡ് ഷെയ്ഡിലാണ്. ഇങ്ങനെ ഒരു സ്റ്റഡും ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരു ഇതിനെന്തെന്ന് പറയുന്നത്, സിൽവർ എന്നല്ല, ഇതിനെന്തൊരു പറയുന്നത്, ഗോൾഡ് അല്ല, ഇങ്ങനെ റോസ് ഗോൾഡിലുള്ള മാലയും കമ്മലുമാണ്. ഇനി നമുക്ക് ലാസ്റ്റ് പീസ്, ഇതൊരു സ്റ്റഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറിൽ, ഒരു കോപ്പർ ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു സ്റ്റഡാണ്. ബ്രൗൺ കളറിലുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ. ഇത് നമ്മൾ നോർമൽ ഇവിടെയൊക്കെ കാണുന്ന ഒരു ടൈപ്പ് മോഡലാണെങ്കിലും ഈ ഷെയ്ഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതാണ് അടുത്തൊരു കമ്മൽ. അപ്പോൾ ഈ ക്രിസ്മസിന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഇത്. ഇത്രയും ഞാൻ ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഗിഫ്റ്റാണ്. ഞാൻ ശരിക്കും ഇത് ഒരു കവർ എൻ്റെ കയ്യിൽ കിട്ടുന്നു, ഈ കവറിനകത്ത് ഇത്രയോളം സാധനങ്ങളുണ്ടെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നില്ല. എന്തായാലും താങ്ക് യു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരാൾ തരുന്ന ഗിഫ്റ്റിനേക്കാളും അയാളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഹൃദയം, ആ ഗിഫ്റ്റ് തരാൻ കാണിച്ച ആ ഒരു ഹൃദയം, മനസ്സ്, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഗിഫ്റ്റിൻ്റെ വലിപ്പത്തിലോ എണ്ണത്തിലോ ഒക്കെ ഒന്നുമല്ല കാര്യം, പകരം അത് തരുന്ന ആ വ്യക്തി ആരാണോ അത് തന്നെയാണ്. അത് കുഞ്ഞായാലും വലുതായാലും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ആർക്കും ഇപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്, എനിക്കിങ്ങനെ ഗിഫ്റ്റൊന്നും ആരും തരുന്ന ഇഷ്ടമല്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം എന്തായാലും ഉണ്ടാവും. അതൊരു കുഞ്ഞൊരു മിഠായി ആയാലും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഡിയർ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിപൊളിയാവട്ടെ. ഒത്തിരി നല്ല ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കാവട്ടെ. ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള സമയങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം, മറ്റൊരു വീഡിയോയിലൂടെ.